എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കമ്പാരിസനാണ്. നമ്മുടെ നാട്ടിൽ മുക്കിനും മൂലയിലും കാണുന്ന വെയിറ്റിംഗ് ഷെഡുകളും സാധാരണക്കാരന് സർക്കാർ അനുവദിച്ചു കൊടുക്കുന്ന ഒരു വീടും തമ്മിലുള്ള കമ്പാരിസൺ. ഓരോ മുക്കിനും മൂലയിലും നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും ഒരു 4 കമ്പിയും ഒരു 2 ആസ്പെറ്റോസും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വെയിറ്റിംഗ് ഷെഡുകൾ. വെയിറ്റിംഗ് ഷെഡിനെക്കാട്ടും വലിയ അക്ഷരത്തിൽ അവിടെ ആരാണോ MLA ആണോ MP ആണോ ആ പ്രദേശത്തിൻ്റെ ആരാണ് അത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വലിയൊരു ഫ്ലെക്സോ ബാനറോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് വലിയ അക്ഷരത്തിൽ അവിടെ എഴുതി വച്ചിരിക്കും ഇതിന് മുടക്കിയിരിക്കുന്ന തുക ഇന്ന ആസ്തി ഫണ്ടിൽ നിന്ന്, MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന്, അല്ലെ MPയുടെ വികസന ഫണ്ടിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ ഇതിനു വേണ്ടി അനുവദിച്ചു എന്ന്. നിസ്സാര തുകയൊന്നും അല്ലായിരിക്കും. 1,90,000, 2,80,000, 3,10,000. ചില വെയിറ്റിംഗ് ഷെഡുകൾക്കൊക്കെ 40 ലക്ഷം രൂപ വരെ ആയ വെയിറ്റിംഗ് ഷെഡുകളുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. അതേപോലെ കണക്ക് കൂട്ടുക, ഇപ്പുറത്തൊരു സാധാരണക്കാരനൊരു വീട് വെക്കാനായിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് 4.5 ലക്ഷം രൂപയാണ്. 450 മുതൽ 550 വരെ സ്ക്വയർ ഫീറ്റിലുള്ള വീട് വെക്കണം. അത് ഇന്ന അളവിൽ വെക്കണം. അകത്ത് കോമൺ ബാത്റൂം ഉണ്ടായിരിക്കണം. വാർക്ക വീടായിരിക്കണം. ഈ ഒരു സംവിധാനം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു വീട് വെക്കാനായിട്ട് വെറും 4.5 ലക്ഷം രൂപയും ഒരു 4 കമ്പിയും 2 ആസ്പെറ്റോസും ഇടുന്നതിന് 1,90,000 തൊട്ട് 5 ലക്ഷം രൂപ വരെ 40 ലക്ഷം രൂപ വരെ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന വെയിറ്റിംഗ് ഷെഡുകളും. ഇതല്ലേ ഏറ്റവും വലിയ അഴിമതി? രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയക്കാരൻ ഈ ജനങ്ങളെ നോക്കി പുച്ഛിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ വെയിറ്റിംഗ് ഷെഡുകൾ? ഇനിയെങ്കിലും നമ്മൾ പോകുമ്പോഴത്തേക്കും, നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ വെയിറ്റിംഗ് ഷെഡുകൾ കാണുമ്പോഴത്തേക്കും ഇത് ഓർക്കുക, 4 കമ്പിക്കും 2 ആസ്പെറ്റോസിനും ഇതാണ് തുക. ഈ തുകയാണ് വകയിരുത്തിയിരിക്കുന്നത്. അതുപോലെ പാവപ്പെട്ടവന് ഒരു വീട് വെക്കാനായിട്ട് കൊടുക്കുന്ന തുകയും ഈ തുകയും തമ്മിൽ നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കുക. അപ്പോൾ മാത്രമേ ഇതിൻ്റെ അഴിമതി എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ചോദ്യം ചോദിക്കുന്നവർ ആയിക്കൊണ്ടിരിക്കുക. എപ്പോഴും നിരന്തരമായിട്ട് ചോദ്യം ചോദിക്കുക. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഈ സിസ്റ്റം ശരിയാകും. നന്ദി.